ആ പുതപ്പിന് ഒരു ശക്തിയില്ലായിരുന്നു. അവനോട് കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഏലിയാവ് സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടു. ഇപ്പോഴും ആകാശത്ത് അതിന്റെ ഇളക്കമുണ്ടായിരുന്നു. കാറ്റ് ചുഴറ്റടിക്കുന്നുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ കാറ്റ് നിലച്ചു. തീ അപ്രത്യക്ഷമായി. ചുഴലിക്കാറ്റ് കെട്ടടങ്ങി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അവിടെ ഉണ്ടായിരുന്നവർ അന്ന് കണ്ടത്. ഇത് കണ്ട് ഏലീഷ അനങ്ങാതെ നിന്നു. എന്തോ ഒരു കാര്യം അവന് വേണ്ടി ഇറങ്ങി വരും എന്ന് പ്രതീക്ഷിച്ച് അവൻ ആകാശത്തേക്ക് തന്നെ നോക്കി നിന്നു. പക്ഷേ ഒന്നും കണ്ടില്ല. പ്രവാചകൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ആകാശം അടഞ്ഞു. പക്ഷേ കുറച്ചു മാറി ഏലിയാവിന്റെ പുതപ്പ് കിടക്കുന്നത് അവൻ കണ്ടു. അവൻ അതിനെ നോക്കി നിന്നു. അവന് മനസ്സിലായി അത് വെറുമൊരു പുതപ്പ് മാത്രമല്ല, അതൊരു വിളിയാണ് എന്ന്. അവൻ അടുത്തു ചെന്ന് ആ പുതപ്പെടുത്തു. ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന അതേ ഭാരം ഇപ്പോ അവന്റെ മേൽ വന്നു. ആ പുതപ്പ് തൊട്ട ഉടൻ തന്നെ എന്തോ ഒരു കാര്യം സംഭവിച്ചു. പക്ഷേ പുറത്തു കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു അടയാളം ഇല്ലായിരുന്നു. എന്ന അവന് നല്ല വ്യക്തതയുണ്ടായിരുന്നു. കാരണം ഒരു വിളിയും ആദ്യം പുറത്തല്ല, ഉള്ളിലാണ് പ്രകടമാകുന്നത്. അവന്റെ മനസ്സിൽ ഒരു വാക്ക് മാത്രം പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരുന്നു: ഞാനൊരു ദൈവപുരുഷനെങ്കിൽ. അവൻ എഴുന്നേറ്റ് പുതപ്പ് കയ്യിലെടുത്ത് നടക്കാൻ തുടങ്ങി. അവിടെ അവനെ പ്രോത്സാഹിപ്പിക്കാൻ വലിയ ജനമൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ മേലുള്ള വിളിയെ ആരും മനസ്സിലാക്കിയില്ല. എങ്ങോട്ടാണ് എന്ന് വ്യക്തമായ ലക്ഷ്യമൊന്നും ഇല്ലാതെ ആ വഴിയിൽ അവൻ നടന്നുപോയി. അങ്ങനെ അവൻ പോയ വഴിയിൽ യോർദാൻ നദി വന്നു. അതേ നദിയാണ്, അതേ സ്ഥലമാണ്. പക്ഷെ ഇപ്പോ അവന്റെ ഗുരു അവന്റെ കൂടെയില്ല. ആ നദി എപ്പോഴും ഒഴുകുന്നത് പോലെ അങ്ങ് ഒഴുകി. അവൻ നദിയുടെ അടുത്ത് വന്നു നിന്നു. അവൻ ഒഴുകുന്ന നദിയെ നോക്കി, പിന്നെ ആ പുതപ്പിനെ നോക്കി. ഇത് നദിയെക്കുറിച്ചല്ല, ഇത് വിശ്വാസത്തെക്കുറിച്ചാണ് എന്ന് അവന് മനസ്സിലായി. അവൻ പുതപ്പ് മുറുകെ പിടിച്ചിട്ട് ദീർഘശ്വാസം എടുത്ത് നല്ല ഉറപ്പോടെ പറഞ്ഞു: ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ? അവൻ പുതപ്പ് ഉയർത്തി വെള്ളത്തിൽ ആഞ്ഞടിച്ചു. നദിയുടെ വെള്ളം പെട്ടെന്ന് രണ്ടായി. പതുക്കെയല്ല, വലിയ ശക്തിയോടെ പെട്ടെന്ന്. മനുഷ്യനെയല്ല, അവന്റെ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് അനുസരിക്കുന്നത് പോലെയായിരുന്നു വെള്ളം പെട്ടെന്ന് രണ്ടായത്. വെള്ളത്തിന്റെ നടുക്ക് ഉണങ്ങിയ ഒരു വഴിയുണ്ടായി. ഏലിയാവിന്റെ കൂടെ ഉണ്ടായിരുന്ന അതേ ദൈവസാന്നിധ്യം അവന്റെ കൂടെ ഉണ്ട് എന്ന് അവന് മനസ്സിലായി. അവൻ ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. ഒരു കാര്യം അവന് വ്യക്തമായി: തീ പോയി, പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ തന്നെ ഉണ്ട് എന്ന്. ഈ സംഭവം ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ശേഷം ഏലീഷ നഗരത്തിൽ നിന്ന് നഗരങ്ങളിലേക്ക് യാത്രയായി. ഓരോ ചുവടിലും യാഥാർത്ഥ്യം വെളിപ്പെടാൻ തുടങ്ങി. കാരണം ഒരുവന്റെ മേലുള്ള വിളി തെളിയിക്കപ്പെടുന്നത് അനുഭവങ്ങളിലൂടെ മാത്രമല്ല, ഉത്തരവാദിത്വത്തിന്റെ ഭാരത്തിലുമാണ്. എരിഹോ നഗരം ചരിത്രം രേഖപ്പെടുത്തിയ വലിയ മതിലുകൾ ഉണ്ടായിരുന്ന ഒരു പഴയ നഗരമാണത്. ആ സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വെള്ളം ആർക്കും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ മലിനമായി പോയി, മൊത്തത്തിൽ കയ്പായി പോയി, ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. വെള്ളം വിഷമായതോടെ ചെടികൾ ഉണങ്ങിപ്പോയി, ഫലങ്ങൾ ഉണ്ടാകുന്നില്ല. എല്ലാം കൊണ്ടും അവരുടെ ജീവന് ഭീഷണിയായി. നഗരത്തിലുണ്ടായിരുന്ന ആളുകൾ ബഹുമാനത്തോടെ അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു: യജമാനനെ, ഈ നഗരം താമസിക്കാൻ നല്ലതാണ്, പക്ഷേ വെള്ളം കൊള്ളില്ല. അത് കാരണം നല്ല വിളവും കിട്ടുന്നില്ല. എനിക്കൊരു പുതിയ പാത്രം കൊണ്ടുവാ, അതിൽ കുറച്ച് ഉപ്പിടുക. നമ്മൾ പറഞ്ഞ കാര്യത്തിനും ഇതിനും ഒരു ബന്ധവുമില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ പറയുന്ന? എന്താണെങ്കിലും ആ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ അവർ അനുസരിച്ചു. അവർ പാത്രം കൊണ്ടുവന്നു. അതിൽ ഉപ്പിട്ടിട്ട് അവന് കൊടുത്തു. ആ പാത്രം എടുത്ത് അവൻ വെള്ളത്തിന്റെ ഉറവയിലേക്ക് നടന്നു. ദൈവം കാണുന്ന കാര്യങ്ങളെ മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, ദൈവം അതിന്റെ ഉറവിടത്തെയുമാണ് കൈകാര്യം ചെയ്യുന്നത്. മലിനമായ ആ വെള്ളത്തിന്റെ ഉറവയുടെ മുന്നിൽ നിന്നിട്ട് ഉപ്പ് അതിന്റെ മേൽ വിതറിക്കൊണ്ട് അവൻ പറഞ്ഞു: കർത്താവ് ഇപ്രകാരം പറയുന്നു, ഞാൻ ഈ വെള്ളം സൗഖ്യമാക്കിയിരിക്കുന്നു. ഇനി ഈ ദേശത്ത് മരണമോ ഫലശൂന്യതയോ ഉണ്ടാകില്ല. ആളുകൾ കാണുമ്പോൾ വലിയ കാര്യമൊന്നും ഇവൻ ചെയ്തില്ല. പക്ഷേ ആ നിമിഷം മുതൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടു. ഇതിനുശേഷം അവൻ ആ നഗരം വിട്ട് ആ വഴിയിലൂടെ യാത്ര ചെയ്യുമായിരുന്നു. ആ സമയത്ത് ചില ചെറുപ്പക്കാർ ഉച്ചത്തിൽ അവനെ കളിയാക്കി സംസാരിച്ചു. വളരെ പുച്ഛത്തോടെ അവനെ കളിയാക്കി ഇങ്ങനെ പറഞ്ഞു: കടന്നുപോ മൊട്ടത്തലയാ, കടന്നുപോ മൊട്ടത്തലയാ. ഏലിയാവ് പോയതുപോലെ നീയും കേറിപ്പോ. നീ ഒരു ദൈവദാസനല്ലേ, എന്നാ പിന്നെ നീയും കടന്നുപോ. ആ ചെറുപ്പക്കാർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെ ഇങ്ങനെ കളിയാക്കി. അവൻ പതുക്കെ നിന്ന് അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ അവരോട് പറഞ്ഞു: നിങ്ങൾ എന്നെയല്ല, എന്നെ അയച്ച ദൈവത്തെയാണ് കളിയാക്കുന്നത്. നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് കർത്താവ് കാണുകയും വിധിക്കുകയും ചെയ്യട്ടെ. ഉടനെ ഒന്നും സംഭവിച്ചില്ല. അവർ പിന്നെയും അവനെ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കുന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. 2 പെൺകരടികൾ കാട്ടിൽ നിന്ന് അതിശക്തമായിട്ട് പുറത്തേക്ക് പാഞ്ഞു വന്നു. ഇത് കണ്ട ആ ചെറുപ്പക്കാർ ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. കളിയാക്കി ചിരിച്ച അതേ വാഗുകൊണ്ട് ഇപ്പൊ നിലവിളിക്കാൻ തുടങ്ങി. പുച്ഛം മാറി ഇപ്പൊ ഭയമായി. ഇതെല്ലാം കണ്ട് ഏലീഷ ഓടാതെ, പ്രതികരിക്കാതെ, ഇടപെടാതെ അത് നോക്കി നിന്നു. കാരണം ആ ന്യായവിധി അവനെക്കുറിച്ചുള്ളതല്ല, അത് ദൈവത്തെക്കുറിച്ചുള്ളതായിരുന്നു. അന്നേ ദിവസം ആ നാട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പായി: സൗഖ്യമാക്കുന്ന ദൈവം തന്നെ ന്യായവിധിയും നടത്തും എന്ന്.
ആ പുതപ്പ് വഹിക്കുന്ന മനുഷ്യൻ വെറും കൃപ മാത്രമല്ല വഹിക്കുന്നത്, അവൻ അധികാരവും വഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ കാലം കടന്നുപോയി. ഒരു സമയത്ത് അവഗണിച്ച ആളുകൾ ഇപ്പോൾ അവനെ അന്വേഷിക്കാൻ തുടങ്ങി. കാരണം മനുഷ്യർ പൊതുവെ ദൈവത്തെ അവഗണിക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷേ ദൈവത്തെ ഇനി ഒട്ടും അവഗണിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെ ആ ഒരു നിമിഷം വന്നു. മോവാബ് ദേശം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പണ്ട് ഇസ്രായേലിന് കീഴ്പ്പെട്ടിരുന്ന ഒരു രാജ്യം ഇപ്പോ അവർ എതിർത്ത് നിൽക്കാൻ തുടങ്ങി. അവർ കപ്പം കൊടുക്കുന്നത് നിർത്തി. അങ്ങനെ അവരുടെ മേലുണ്ടായിരുന്ന നിയന്ത്രണം ഇസ്രായേലിന് നഷ്ടമായി. ഇസ്രായേലിന് ഇതിനൊരു മറുപടി കൊടുത്തേ പറ്റൂ എന്നായിരുന്നു. ഇസ്രായേൽ രാജാവായ യെഹോരാം എഴുന്നേറ്റ് അവന്റെ ആളുകളോട് പറഞ്ഞു, മോവാബിനി സ്വതന്ത്രമായിരിക്കില്ല. അവർ ഉടമ്പടി ലംഘിച്ചു. അതിനവർ മറുപടി പറഞ്ഞേ പറ്റൂ. പക്ഷേ ഒറ്റയ്ക്ക് പോയ ജയിക്കില്ല എന്നവൻ അറിയാം. അതുകൊണ്ട് അവൻ യഹൂദ രാജാവായ യെഹോശഫാത്തിന്റെ അടുത്ത് ദൂതന്മാരെ അയച്ചു. മോവാബിനെക്കെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്റെ കൂടെ വരുവോ? ഞാൻ വരാം. നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസം? എന്റെ ജനവും നിന്റെ ജനവും ഒന്ന് തന്നെയല്ലേ? പക്ഷേ നമ്മൾ ഏത് വഴിയിൽ പോകും? ഏതോം മരുഭൂമിയിലൂടെ. അതൊരു തന്ത്രപരമായ തീരുമാനമായിരുന്നു. പക്ഷേ അപകടം നിറഞ്ഞതുമായിരുന്നു. ഏതോം രാജ്യത്തിന്റെ സൈന്യവും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 3 രാജാക്കന്മാർ, 3 സൈന്യം, ഒരൊറ്റ തീരുമാനം. അങ്ങനെ അവർ പുറപ്പെട്ടു. അവർ മുന്നോട്ട് യാത്ര ചെയ്തു. മനുഷ്യരും കുതിരകളും രഥങ്ങളും എല്ലാം ഒരുമിച്ച് യാത്ര ചെയ്തു. അവർ മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്തത്. ഒരു നീററോ പോലും ഇല്ലാതെ, വെള്ളമില്ലാതെ, വിശ്രമമില്ലാതെ 7 ദിവസങ്ങൾ അവർ നടന്നു. മൃഗങ്ങളെല്ലാം ക്ഷീണിച്ച് വീഴാൻ തുടങ്ങി. സൈന്യവും വല്ലാതെ തളർന്നു. ആവേശത്തോടെ തുടങ്ങിയ ആ യാത്ര അവസാനം കടുത്ത ക്ഷീണത്തിൽ അവസാനിച്ചു. ഒരു സൈനികൻ പറഞ്ഞു, നമുക്ക് യുദ്ധക്കളം വരെ എത്താൻ പറ്റില്ല. ഒന്നെങ്കിൽ ഈ ദാഹം കൊല്ലും, അല്ലെങ്കിൽ മോവാബുകാർ നമ്മളെ കൊല്ലും. ഈ സമയത്ത് രാജാവ് കടുത്ത നിരാശയോടെ പേടിച്ചിട്ട് പറഞ്ഞു, നമ്മെ മോവാബിന്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ് കർത്താവ് ഇവിടെ കൊണ്ടുവന്നത്. ആരും ഒന്നും മിണ്ടിയില്ല. എന്നാ യെഹോശഫാത്ത് രാജാവ് പറഞ്ഞു, അങ്ങനെയല്ല രാജാവേ, നമ്മൾ അങ്ങനെ സംസാരിക്കരുത്. കർത്താവിന്റെ ഏതെങ്കിലും പ്രവാചകൻ ഇവിടെയുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അവനോട് ചോദിക്കാം. എല്ലാവരും തമ്മിൽ നോക്കി. അവസാനം ഒരു വേലക്കാരൻ മറുപടി പറഞ്ഞു, ഏലിയാവിന്റെ ശിഷ്യനായ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. അവന്റെ പേര് എലീശ എന്നാണ്. രാജാവ് പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അവൻ പറഞ്ഞു തരും. അങ്ങനെ അവരെല്ലാവരും എലീശയുടെ അടുത്തേക്ക് പോയി. ഒട്ടും ബഹുമാനം ഇല്ലാത്ത രീതിയിൽ യെഹോരാം രാജാവ് ആദ്യം തന്നെ സംസാരിച്ചു. പ്രവാചകനെ, ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞിരിക്കുവാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പറ. അതിന് എലീശ മറുപടി പറഞ്ഞു, എനിക്ക് താനുമായിട്ട് ഒരു കാര്യവുമില്ലല്ലോ. നിന്റെ അപ്പന്റെയും അമ്മയുടെയും പ്രവാചകന്മാരുടെ അടുത്ത് പോയി ചോദിക്ക്. അപ്പൊ രാജാവ് പറഞ്ഞു, അല്ല, കർത്താവാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഞങ്ങൾ മരിക്കാറായി. രാജാവ് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. എലീശ പറഞ്ഞു, യഹോശാഫാത്ത് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ മുഖത്തേക്ക് പോലും നോക്കില്ലായിരുന്നു. ശരി, വീണ വായിക്കുന്നവരെ കൊണ്ട് വാ. എല്ലാവരും ഞെട്ടി. എന്താ, സംഗീതം വായിക്കുന്നവരോ? ഈ സമയത്തോ? എല്ലാവരും ഞെട്ടി നിന്നു. ആ സമയത്ത് സംഗീതക്കാർ വന്നു. സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ തുടങ്ങി. അവിടുത്തെ അന്തരീക്ഷം തന്നെ ശാന്തമായി. ആ സമയത്ത് എലീശ പ്രവചിക്കാൻ തുടങ്ങി. കർത്താവ് ഇപ്രകാരം പറയുന്നു, ഈ താഴ്വരയിൽ കുഴികൾ വെട്ടുക. കുഴികളോ? ഈ ഉണങ്ങിയ നിലത്തോ? ഇവിടെ കുഴിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ വെള്ളമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. എലീശ പ്രവാചകൻ പിന്നെയും പ്രവചിച്ചു, നിങ്ങൾ കാറ്റ് കാണില്ല, മഴയും കാണില്ല, എങ്കിലും ഈ കുഴികളെല്ലാം വെള്ളം കൊണ്ട് നിറയും. ഇത് കേട്ട് എല്ലാവരും മിണ്ടാതിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞു തീർന്നില്ല. അതുമാത്രമല്ല, അവൻ മോവാബിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇത് കേട്ടിട്ട് രാജാവ് പറഞ്ഞു, ശരി, എന്നാ ഞങ്ങൾ അനുസരിക്കാം. തുടങ്ങിക്കോ, ഇപ്പൊ തന്നെ കുഴിക്കാൻ തുടങ്ങിക്കോ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഒന്നും മനസ്സിലാകാതെ ആളുകൾ ജോലി ചെയ്യാൻ തുടങ്ങി. ഉണങ്ങിയ മണ്ണ് വെട്ടി വലിയ കുഴികൾ ഉണ്ടാക്കി. മണിക്കൂറുകളോളം ആ രാത്രി മുഴുവൻ അവർ പണി ചെയ്തു. നമ്മൾ വെള്ളത്തിന് വേണ്ടിയാണോ അതോ നമ്മുടെ സ്വന്തം കല്ലറയ്ക്ക് വേണ്ടിയാണോ ഈ കുഴിക്കുന്നത്? ആ സമയത്ത് ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, അവൻ ദൈവത്തിൽ നിന്നാണ് സംസാരിച്ചതെങ്കിൽ ഇത് നമുക്ക് ജീവൻ തരും. അങ്ങനെ അന്ന് രാത്രി കടന്നുപോയി. രാവിലെയായി. കാറ്റില്ല, മേഘങ്ങളില്ല, ഒരു അടയാളവും ഇല്ല. അങ്ങനെ എല്ലാവരും നിരാശയിലായി. ആ സമയത്ത് ഒരു പട്ടാളക്കാരൻ, വെള്ളം, ഞാൻ വെള്ളം കാണുന്നുണ്ട്. എല്ലാവരും തിരിഞ്ഞു നോക്കി. ദൂരെ എവിടെയോ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് അവർ കണ്ടു. അത് ഒഴുകി താഴ്വര മുഴുവൻ മൂടുന്നത് വരെ ആ കുഴികളെയെല്ലാം വേഗത്തിൽ നിറച്ചു. എല്ലാവർക്കും കുടിക്കാൻ ആവശ്യമുള്ള വെള്ളമുണ്ടായി.
മറുവശത്ത് മോവാബുകാർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. രാവിലെയുള്ള സൂര്യപ്രകാശം ആ വെള്ളത്തിൽ തട്ടിയപ്പോ അത് രക്തം പോലെ ചുവപ്പായി അവർക്ക് തോന്നി. ആ പട്ടാളക്കാർ തമ്മിൽ പറഞ്ഞു, നോയിക്കേ, ആ രാജാക്കന്മാർ പരസ്പരം വെട്ടി മരിച്ചു. അവർ തമ്മിൽ കൊന്നുകളഞ്ഞു. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. മുൻകരുതലോ തയ്യാറെടുപ്പോ ഒന്നുമില്ലാതെ മോവാബിയർ അങ്ങോട്ടേക്ക് വന്നു. എന്നാൽ അവരെത്തിയപ്പോ ഇസ്രായേൽ ജനം ഒരുമിച്ച് അവരോട് യുദ്ധം ചെയ്തു. എന്ത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മോവാബ് ദേഷ്യം വീണു. വിജയമെന്ന് തോന്നിയ കാര്യം അവർക്ക് വലിയൊരു കെണിയായി മാറി. എലീശ വാളോ പടച്ചട്ടയോ ഒന്നുമില്ലാതെ ഇതിന്റെ എല്ലാം നടുവിൽ നിന്നു. കാരണം ദൈവമാണ് സംസാരിച്ചതെങ്കിൽ മരുഭൂമി പോലും വിളവ് തരും, യുദ്ധങ്ങൾ പരാജയപ്പെടും. തങ്ങളെക്കാൾ വലിയൊരു കാര്യമുണ്ട് എന്നുള്ളത് രാജാക്കന്മാർ പോലും പഠിക്കും. അന്ന് ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല. ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല, ഇനി ഒരിക്കലും പരാജയപ്പെടുത്തൂല്ല. ദൈവം രാജാക്കന്മാർക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ആരും കാണാത്ത സാധാരണ മനുഷ്യർക്ക് പോലും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. സൈന്യങ്ങൾക്കും കൊട്ടാരങ്ങൾക്കും ഒത്തിരി അകലെ അവിടെയാണ് അടുത്ത സംഭവം ആരംഭിക്കുന്നത്. ആ ദേശത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ഒരു വിധവയായിരുന്നു. വിധവ എന്ന് പറഞ്ഞ അന്നൊരു നിസ്സഹായ അവസ്ഥയായിരുന്നു. സുരക്ഷിതത്വം ഒട്ടും ഇല്ലായിരുന്നു. അവളുടെ ഭർത്താവാണെങ്കിൽ വിശ്വസ്തനായ ഒരു ദൈവമനുഷ്യനായിരുന്നു, പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു, ദൈവഭയമുള്ളവനായിരുന്നു. പക്ഷെ ഇപ്പോ അവൻ കൂടെയില്ല. അവർക്ക് വലിയൊരു കടബാധ്യത ഉണ്ടായിരുന്നു. കടക്കാർ അവളുടെ വീട്ടിൽ ഒന്ന് ചോദിക്കാൻ തുടങ്ങി, നിന്റെ ഭർത്താവ് ഞങ്ങൾക്ക് പണം തരാനുണ്ട്, നിനക്കറിയാലോ. നീ പണം തന്നില്ല എങ്കിൽ ഞങ്ങൾ നിന്റെ മക്കളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അത് അവസാന വാക്കായിരുന്നു. കാരണം അന്നത്തെ നിയമപ്രകാരം കടൻ ഇങ്ങനെയും വീട്ടാം. അവർ അവളെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം അവർ പോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ വല്ലാതെ തകർന്നുപോയി. ഇനി ആകപ്പാടെ പ്രതീക്ഷയുള്ളത് ഒരൊറ്റ മനുഷ്യന്റെ അടുത്ത് മാത്രമാണ്, എലീശ. അവൾ അവന്റെ അടുത്തേക്ക് പോയി. അവൾ അവന്റെ മുമ്പിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം ദൈവഭയമുള്ളവനായിരുന്നു എന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാലോ. ഇപ്പൊ കടക്കാർ എന്റെ വീട്ടിൽ വന്ന് 2 മക്കളെയും അടിമകളാക്കാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ എലീശ ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന്. അവൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല, വീട്ടിൽ കുറച്ച് എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല എന്ന്. അപ്പൊ എലീശ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ പോയി നിന്റെ അയൽക്കാരുടെ അടുത്ത് നിന്നെല്ലാം പാത്രങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക. എത്ര കിട്ടുന്നോ അത്രയും പാത്രം വാങ്ങിക്കുക എന്ന്. ഇത് കേട്ടിട്ട് ഇതെന്തിനാ എന്ന് അവൾ വിചാരിച്ചു. അവൻ പറഞ്ഞു, ശേഷം നീ വീട്ടിൽ പോയി കഥ കടക്കുക. നീയും നിന്റെ മക്കളും ചേർന്ന് ആ എണ്ണയെടുത്ത് ഈ പാത്രങ്ങളിലെല്ലാം പകരുക എന്ന്. അവൾ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിച്ചില്ല. കാരണം ഇതല്ലാതെ അവൾക്ക് വേറെ വഴിയില്ല. അവൾ എന്തായാലും അനുസരിക്കാൻ തീരുമാനിച്ചു. അവൾ തിരിച്ചെത്തി അയൽക്കാരോട് പാത്രങ്ങളെല്ലാം ചോദിച്ചു വാങ്ങി. അങ്ങനെ ആ വീട് മൊത്തം പാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു. പ്രവാചകൻ പറഞ്ഞതുപോലെ അവൾ വാതിലടച്ചു. അവളും മക്കളും മാത്രം. അവിടെ ആകപ്പാടെയുള്ളത് ഒരു ചെറിയ കുപ്പി എണ്ണ മാത്രം. അവൾ അതിനെ നോക്കി ദീർഘശ്വാസമെടുത്ത് മക്കളോട് പറഞ്ഞു, പാത്രം എടുക്ക് എന്ന്. അവൾ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത പാത്രം, അടുത്ത പാത്രം, അടുത്ത പാത്രം. അങ്ങനെ മക്കളാണെങ്കിൽ ഓടി നടന്ന് പാത്രങ്ങൾ എത്തിച്ചു കൊടുത്തു. അവൾ എണ്ണ അതിൽ ഒഴിച്ചു. ഒഴിക്കുന്തോറും പാത്രങ്ങൾ നിറയുന്നു, നിൽക്കുന്നില്ല. ഏറ്റവും അവസാനം മക്കൾ പറഞ്ഞു, ഇനി പാത്രമൊന്നുമില്ല, എല്ലാം തീർന്നു എന്ന്. ഉടൻ തന്നെ എണ്ണ ഒഴുകുന്നത് നിന്നു. അതിനു മുമ്പോ പിമ്പോ അല്ല, പാത്രങ്ങൾ തീർന്ന് ആ സമയത്ത് തന്നെ നിന്നു. ഇതെല്ലാം കണ്ട് അവൾ ഞെട്ടി നിന്നു. ആകപ്പാടെ എണ്ണ ഉണ്ടായിരുന്ന ആ കുപ്പി അവളുടെ കയ്യിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് അവൾ വല്ലാതെ കരഞ്ഞു. ഉടനെ അവൾ എലീശയുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, പാത്രങ്ങളെല്ലാം എണ്ണ കൊണ്ട് നിറഞ്ഞു എന്ന്. എലീശ മറുപടി പറഞ്ഞു, നീ പോയി ആ എണ്ണ വിറ്റ് കടം വീട്ടുക, ബാക്കിയുള്ളത് കൊണ്ട് നീയും നിന്റെ പിള്ളാരും ജീവിക്കുക എന്ന്. ഇത് ശരിക്കും പറഞ്ഞ പരിഹാരം എന്ന് പറയാൻ പറ്റില്ല, അതൊരു കരുതലായിരുന്നു. ഇനി ആരോടും കടം ചോദിക്കാതെ ജീവിക്കാനുള്ള മാർഗം ദൈവം അവൾക്ക് കൊടുത്തു. ദൈവത്തിന്റെ കയ്യിൽ ഒന്നുമില്ലായ്മ പോലും ധാരാളമായി മാറും. പണ്ട് പേടിച്ച് ജീവിച്ചിരുന്ന ആ വീട് ഇപ്പോ ഒരു വലിയ സാക്ഷ്യമായി മാറി. ഈ സംഭവത്തിന് ശേഷം അതിലും ആഴമേറിയ ഒരു കാര്യം സംഭവിച്ചു. ശൂന്യം എന്ന സ്ഥലത്ത് കാര്യങ്ങളെല്ലാം നന്നായി നിരീക്ഷിക്കുന്ന നല്ല വിവേകമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എലീശ പല പ്രാവശ്യം അവളുടെ വീടിന് മുമ്പിലൂടെ പോകുന്നത് കണ്ടിട്ട് അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇതുവഴി പലപ്പോഴും പോകുന്ന ഈ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ് എന്ന് എനിക്ക് മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മുകളിൽ അവന് വേണ്ടി ഒരു ചെറിയ മുറി പണിയാം. അവിടെ ഒരു കട്ടിലും മേശയും കസേരയും ഒരു വിളക്കും വയ്ക്കാം. അവൻ വരുന്ന സമയത്തൊക്കെ അവിടെ താമസിക്കുമല്ലോ എന്ന്. അവരങ്ങനെ ഒരുമിച്ച് തീരുമാനിച്ചു. അങ്ങനെ തന്നെ ചെയ്തു. ഒരു ദിവസം എലീശ ആ മുറിയിൽ കയറി. ആ മുറിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് തന്റെ ദാസനായ ഗേഹസിയോട് ചോദിച്ചു, ഗേഹസി, ആരാണ് ഈ സ്ത്രീ എന്ന്. ഗേഹസി പറഞ്ഞു, അവൾക്ക് മക്കളില്ല, ഭർത്താവിനാണെങ്കിൽ നല്ല പ്രായമുണ്ട് എന്ന്. എലീശ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. അവൾ വന്ന് വാതിൽക്കൽ നിന്നു. ഒന്നും ചോദിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ അവിടെ തന്നെ നിന്നു. അപ്പോ എലീശ പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് നീ ഒരു മകനെ നെഞ്ചോട് ചേർക്കും എന്ന്. അവൾ മറുപടി പറഞ്ഞു, എന്റെ യജമാനനെ, ദൈവപുരുഷനായ അങ്ങ് അടിയനോട് കള്ളം പറയരുതേ എന്ന്. സത്യം പറഞ്ഞ അവൾക്ക് വിശ്വാസം ഇല്ലായിരുന്നു. അവൾക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു.
ആ കുട്ടി വളർന്നു. അപ്പൻ വേല ചെയ്യുന്ന വയലിലൊക്കെ ഓടി നടന്ന് സന്തോഷത്തോടെ ആ കുടുംബം ജീവിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വയലിൽ വെച്ച് അവൻ തന്റെ തലയിൽ കൈവച്ചു. അവന് ഭയങ്കര തലവേദന വന്നു. വയലിൽ നിന്ന് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പൻ വേലക്കാരോട് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ വീട്ടിലെത്തിച്ചു. ഉച്ചവരെ അവൻ അമ്മയുടെ മടിയിൽ കിടന്നു. പെട്ടെന്ന് തന്നെ ശരീരത്തിന് അനക്കമില്ലാതായി, ശ്വാസം ഇല്ലാതായി. അവൾ നിലവിളിച്ച് കരഞ്ഞില്ല. അവൾ എഴുന്നേറ്റ് മുകളിലെ മുറിയിലേക്ക് പോയി ആ പ്രവാചകന്റെ കട്ടിലിൽ അവനെ കിടത്തി. എന്നിട്ട് അവൾ വാതിലടച്ച് പുറത്തിറങ്ങി. അവൾ തന്റെ ഭർത്താവിനടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു വേലക്കാരനെയും ഒരു കഴുതയെയും തന്നുവിടണം. എനിക്ക് ആ ദൈവ മനുഷ്യനെ പോയി കാണണം എന്ന്. അപ്പൊ ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാ ഇപ്പൊ പോകുന്നത്? ഇന്ന് അമാവാസിയോ ശബത്തോ അല്ലല്ലോ എന്ന്. അതൊന്നും സാരമില്ല, പോയേ പറ്റൂ എന്ന് ആ സ്ത്രീ പറഞ്ഞു. ശേഷം ഭർത്താവ് അവൾ ചോദിച്ചതുപോലെ കഴുതയെയും വേലക്കാരനെയും കൊടുത്തു. മൃഗത്തെ വേഗത്തിൽ ഓടിക്ക്, ഞാൻ പറയാതെ സ്പീഡ് കുറയ്ക്കരുതെന്ന് വേലക്കാരനോട് കർശനമായിട്ട് പറഞ്ഞു. എലീശ ഇവളെ ദൂരെ നിന്ന് കണ്ടു. എന്നിട്ട് ഗേഹസിയോട് പറഞ്ഞു, ഗേഹസി നോക്ക്, ശൂന്യംകാരി സ്ത്രീയാണ് വരുന്നത്. നീ ചെന്ന് അവളെ കാണണം. അവൾക്കും അവളുടെ ഭർത്താവിനും മകനും സുഖമാണോ എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. ഗേഹസി ചെന്ന് ചോദിച്ചപ്പോ അവൾ മറുപടി പറഞ്ഞു, ഹാ, ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന്. ശേഷം അവൾ പ്രവാചകന്റെ അടുത്ത് എത്തുന്നത് വരെ യാത്ര തുടർന്നു. കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അവൾ ഏലീശയുടെ കാൽക്കൽ വീണ് കാൽ മുറുകെ പിടിച്ചു. ഗേഹസി അവളെ മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ഏലീശ പറഞ്ഞു, വേണ്ട, അവളെ വിട്ടേക്ക്. അവളുടെ ഉള്ളിൽ വലിയ സങ്കടമുണ്ട്. കർത്താവ് അത് വെളിപ്പെടുത്താതെ മറച്ചു വച്ചിരിക്കുന്നു എന്ന്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ എന്റെ യജമാനനോട് മകനെ വല്ലതും ചോദിച്ചായിരുന്നോ? എന്നെ ചതിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് പറഞ്ഞു കരഞ്ഞു. ആ സമയത്ത് ഏലീശയ്ക്ക് കാര്യം മനസ്സിലായി. അവൻ ഗേഹസിയോട് പറഞ്ഞു, തുണി മുറുക്കി കൊടുത്ത് എന്റെ വടിയും എടുത്ത് വേഗത്തിൽ പോവുക. വഴിയിൽ വെച്ച് ആരെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്. ആരെങ്കിലും വന്ദനം ചെയ്താൽ മറുപടി പറയുകയും അരുത്. വേഗത്തിൽ ചെന്ന് എന്റെ വടി ആ കുട്ടിയുടെ മുഖത്ത് വയ്ക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗേഹസി യാത്ര തിരിച്ചു. പക്ഷേ ആ സ്ത്രീ പറഞ്ഞു, കർത്താവാണേ, അങ്ങയുടെ ജീവനാണേ, ഞാൻ അങ്ങില്ലാതെ വീട്ടിൽ പോകില്ല എന്ന്. അങ്ങനെ ഏലീശയും അവളുടെ കൂടെ വീട്ടിൽ പോയി. ഗേഹസി ആദ്യം അവിടെ എത്തി വീട്ടിലെ മുകളിലത്തെ മുറിയിലേക്ക് പോയി. കുട്ടി മരിച്ചു കിടക്കുന്നത് അവൻ കണ്ടു. അവൻ വടി കുട്ടിയുടെ മുഖത്ത് വെച്ച് കാത്തുനിന്നു. പക്ഷേ അനക്കമൊന്നും ഉണ്ടായില്ല. അവൻ പുറത്തിറങ്ങി ഏലീശയെ കണ്ടിട്ട് പറഞ്ഞു, കുട്ടി ഉണർന്നില്ല യജമാനനെ എന്ന്. ഏലീശ മുകളിലത്തെ മുറിയിലേക്ക് ചെന്നപ്പോ കുട്ടി ജീവനില്ലാതെ കട്ടിലിൽ കിടക്കുന്നത് അവൻ കണ്ടു. അവൻ ഉടൻ തന്നെ വാതിലടച്ചു. അവനും ആ കുഞ്ഞും മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൻ കുട്ടിയുടെ മേൽ കിടന്നു. വായോട് വായ് വെച്ചും കണ്ണിനോട് കണ്ണുവെച്ചും കൈകളോട് കൈകൾ ചേർത്തും അവൻ കിടന്നു. ആദ്യം ഒന്നും സംഭവിച്ചില്ല. അവൻ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ശേഷം പിന്നെയും അതേപോലെ കിടന്നു. പതുക്കെ പതുക്കെ ആ ശരീരം ചൂടാകാൻ തുടങ്ങി. പെട്ടെന്ന് ആ കുട്ടി 1, 2, 3 അങ്ങനെ 7 തവണ തുമ്മി കണ്ണു തുറന്നു. ജീവൻ തിരിച്ചു വന്നു. ഉടൻ തന്നെ ഏലീശ ആ സ്ത്രീയെ വിളിച്ചു. അവൾ അകത്ത് വന്നു നിന്നു. അപ്പോ ഏലീശ പറഞ്ഞു, നിന്റെ മകന് ജീവൻ വന്നു എന്ന്. അവൾ അവന്റെ കാൽക്കൽ വീണു. മകനെ കൈകളിൽ വാരിയെടുത്തു. എന്ത് പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. മകനെ കിട്ടിയ സന്തോഷത്തിൽ അവൾ താഴേക്ക് ഓടിപ്പോയി. ദൈവം മറുപടി നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മരണത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. സിറിയയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് നയമാൻ എന്നാണ്. സൈന്യാധിപനാണ് അവൻ. എല്ലാവർക്കും അവനെ ഭയങ്കര പേടിയായിരുന്നു. രാജാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ചവനാണ്. വലിയ അധികാരമുള്ളവനാണ്. പക്ഷേ അവന് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യം അവനുണ്ടായിരുന്നു. അതാണ് കുഷ്ഠരോഗം. ചർമ്മത്തിലും ശരീരത്തിലും ഉണ്ടായിരുന്നു. അത് പുറത്തുള്ളവർക്ക് അധികം കാണാൻ പറ്റില്ല എങ്കിലും അയാൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ബാലികയുണ്ടായിരുന്നു. അവളെ ആ വീട്ടുകാർക്ക് വലിയ വിശ്വാസമായിരുന്നു. ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു ബാലികയാണത്. അവൾ നയമാന്റെ ഭാര്യയോട് പറഞ്ഞു, എന്റെ യജമാനൻ ശമരിയിലുള്ള ആ പ്രവാചകന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ ഈ അസുഖം ഉറപ്പായിട്ട് മാറിയാനേ എന്ന്. ഒരു സംശയവും ഇല്ലാതെയാണ് അവൾ പറഞ്ഞത്. ആ കാര്യം നയമാന്റെ ചെവിയിലെത്തി. അത് കേട്ടപ്പോ അത് ചെയ്തു നോക്കാം എന്നവൻ തീരുമാനിച്ചു. കാരണം വേറെ വഴിയൊന്നും ഇല്ലാതെ വരുമ്പോ എത്ര വലിയ അധികാരമുള്ളവനാണ് എന്ന് പറഞ്ഞാലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകും. അവൻ തന്റെ സിറിയൻ രാജാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇസ്രായേലിൽ ഈ രോഗം മാറ്റാൻ കഴിയുന്ന ഒരു പ്രവാചകനുണ്ട് എന്ന് ഞാൻ കേട്ടു എന്ന്. എന്നാ പിന്നെ പോയിക്കോ, കൂടെ ഈ കത്തും സമ്മാനങ്ങളും കൂടെ കൊണ്ടുപോകുക എന്ന് രാജാവ് പറഞ്ഞു. രാജാവ് വലിയ ബഹുമാനത്തോടെ അവനെ യാത്രയാക്കി. അങ്ങനെ കുതിരകളും രഥങ്ങളും സമ്പത്തും കൊണ്ട് വലിയ പ്രതീക്ഷയോടെ അവൻ യാത്ര തിരിച്ചു. അവൻ ഇസ്രായേൽ രാജാവിന്റെ മുന്നിൽ ചെന്നിട്ട് ആ കത്ത് കൊടുത്തു. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, ഇയാളുടെ രോഗം മാറ്റിക്കൊടുക്കണം എന്ന്. ഇത് കണ്ടിട്ട് രാജാവ് ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, കൊല്ലാനും ജീവിപ്പിക്കാനും ഞാൻ ആരാ? ദൈവമാണോ? ഇയാളുടെ അസുഖം മാറ്റാൻ വേണ്ടി എന്തിനാ എന്റെ അടുത്തേക്ക് അയച്ചത്? അവൻ എന്നോട് യുദ്ധം ചെയ്യാൻ ഒരു കാരണം അന്വേഷിക്കുവാണ്, ഉറപ്പാണ് എന്ന് പറഞ്ഞ് വല്ലാതെ വിഷമിച്ചു. ഈ വാർത്ത ഏലീശ പ്രവാചകൻ അറിഞ്ഞു. അവൻ രാജാവിന് ഒരു സന്ദേശം അയച്ചു കൊടുത്തു. അങ്ങ് എന്തിനാണ് വസ്ത്രം കീറി വിഷമിക്കുന്നത്? അയാളെ എന്റെ അടുത്തേക്ക് വിടുക. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അയാൾ അറിയട്ടെ എന്ന്. അങ്ങനെ നാമാൻ തന്റെ പടപരിവാരങ്ങളോടും ഭയങ്കര പ്രതീക്ഷയോടും കൂടി അവിടെ എത്തി. നല്ല വലിയ സ്വീകരണം ഉണ്ടായിരിക്കുമെന്നും
പെട്ടെന്ന് തന്നെ വലിയൊരു അത്ഭുതം സംഭവിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് അവൻ ആ വീടിന്റെ വാതിൽക്കൽ കാത്തുനിന്നു. എന്ന ഏലീശ പ്രവാചകൻ പുറത്തേക്ക് വന്നില്ല. പകരം അവൻ ഒരു ദൂതനെ മാത്രം അയച്ചു. അവൻ കൊടുത്തയച്ച സന്ദേശം വളരെ സിമ്പിളാണ്. ഇതാണ് എലീശയുടെ സന്ദേശം: പോയി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം കഴുകുക, നിനക്ക് സൗഖ്യം വരും എന്ന്. നാമാനാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഒരു പിടുത്തവുമില്ലായിരുന്നു. ഒരു നദിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് വെറുതെ ഒരു സംഖ്യയും പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു കാര്യവും ആ സന്ദേശത്തിലില്ല. നാമാന് ഭയങ്കര ദേഷ്യം വന്നു. പ്രവാചകൻ പുറത്തു വന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമെന്നും ആ സ്ഥലത്ത് കൈവച്ച് എന്നെ സൗഖ്യമാക്കുമെന്നാണ് ഞാൻ കരുതിയത്. ദമസ്കോസിലുള്ള നദികൾ ഇസ്രായേലിലുള്ള എല്ലാ നദികളെക്കാളും മികച്ചതാണല്ലോ. എനിക്ക് അതിൽ വല്ലതും കുളിച്ച് ശുദ്ധനായിക്കൂടെ എന്ന് അവൻ പറഞ്ഞു. അവന് ഈ കാര്യം ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാ അവൻ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അവന്റെ വേലക്കാർ വിവേകത്തോടെ അവനോട് പറഞ്ഞു, യജമാനനെ, പ്രവാചകൻ വല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ അങ്ങ് ഉറപ്പായിട്ടും ചെയ്താനല്ലോ. ഇതിപ്പോ കഴുകി ശുദ്ധമാകുക എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. അത് എത്ര എളുപ്പമായ കാര്യമാണ് എന്ന്. ഇത് കേട്ടിട്ട് ശരിയാണല്ലോ എന്ന് അവനും വിചാരിച്ചു. അങ്ങനെ അവസാനം അവൻ യോർദാനിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആ നദിയെ അവൻ നോക്കി. സാധാരണ വെള്ളമാണ്. അസാധാരണമായ ഒരു സംഭവം അതിലില്ല. എന്താണെങ്കിലും ചെയ്തു നോക്കാം എന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ആ വെള്ളത്തിൽ മുങ്ങി. 1 മുങ്ങി എഴുന്നേറ്റു. ഒരു മാറ്റവും ഇല്ല. 2 ഇല്ല. 3 ഇല്ല. 4 ഇല്ല. 5 ഇല്ല. 6 ഇല്ല. രോഗം മാറുന്നതിന്റെ ചെറിയ മാറ്റങ്ങളെങ്കിലും കാണണ്ടേ? പക്ഷേ ഒന്നുമില്ല. അവനാണെങ്കിൽ വല്ലാതെ തോന്നി. അവസാനത്തെ പ്രാവശ്യം കൊണ്ടൊന്ന് മുങ്ങി നോക്കാമെന്ന് അവൻ തീരുമാനിച്ച് മുങ്ങി. 7ാമത്തെ പ്രാവശ്യം മുങ്ങി അവൻ പൊങ്ങിയപ്പോ അവൻ തന്നെ ഞെട്ടിപ്പോയി. അവന്റെ ചർമ്മം ഒരു കൊച്ചുകുട്ടിയുടെ ശരീരം പോലെയായി. ഒരു പാട് പോലുമില്ല. നേരത്തെ രോഗമുണ്ടായിരുന്നതിന്റെ ഒരു അടയാളം പോലുമില്ല. ആ സന്തോഷം അവനെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. തിരിച്ച് എലീശയുടെ അടുത്ത് വന്നപ്പോ വലിയൊരു സൈന്യത്തിന്റെ മേധാവിയായിട്ടല്ല അവൻ പോയത്. വളരെ ഭവ്യതയോടെ അവന്റെ മുമ്പിൽ ചെന്ന് നിന്നു. അവൻ പറഞ്ഞു, ഇസ്രായേലിലല്ലാതെ ഭൂമിയിൽ വേറെ ഒരു സ്ഥലത്തും ഇതേപോലൊരു ദൈവമില്ല എന്ന് ഇപ്പോ എനിക്ക് മനസ്സിലായി. ഇത് എന്റെ അപേക്ഷയാണ്. ഞാൻ തരുന്ന സമ്മാനം സ്വീകരിക്കണമേ എന്ന് അപേക്ഷിച്ചു. ഞാൻ സേവിക്കുന്ന ജീവനുള്ള യഹോവയാണേ ഇതെനിക്ക് വേണ്ട എന്ന് എലീശ തീർത്തു പറഞ്ഞു. നാമാൻ ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും എലീശ വഴങ്ങിയില്ല. കാരണം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. ശേഷം നാമാൻ പറഞ്ഞു, എന്നാ പിന്നെ ഇസ്രായേലിലുള്ള കുറച്ചു മണ്ണ് കൊണ്ടുപോകാനായിട്ട് എന്നെ അനുവദിക്കണം. ഇനി മുതൽ ഞാൻ മറ്റു ദേവന്മാർക്ക് യാഗങ്ങൾ അർപ്പിക്കില്ല, യഹോവയ്ക്ക് മാത്രമേ അർപ്പിക്കൂ എന്ന്. അവന്റെ ശരീരത്തിൽ മാത്രമല്ല, ഹൃദയത്തിലും മാറ്റം വന്നവനായിട്ടാണ് തിരിച്ചു മടങ്ങിപ്പോയത്. ഈ സംഭവം ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം എവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചാലും അവിടെ അഴിമതിക്കും സ്ഥാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഗേഹസി ഈ സമ്പത്തെല്ലാം കണ്ടു. അവൻ ചിന്തിച്ചു, എന്റെ യജമാനൻ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങാതെ വെറുതെ വിട്ടു. ഞാൻ അവന്റെ പുറകെ ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാം എന്ന് അവൻ വിചാരിച്ചു. അവൻ ഓടിച്ചെന്ന് നാമാനെ കണ്ടിട്ട് പറഞ്ഞു, എന്റെ യജമാനനാണ് എന്നെ അയച്ചത്. 2 ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് വെള്ളിയും വസ്ത്രങ്ങളും കൊടുക്കണം എന്ന് പറഞ്ഞു. എല്ലായിടത്തോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഗേഹസി ചോദിച്ചതിലും കൂടുതൽ നാമാൻ കൊടുത്തുവിട്ടു. ഗേഹസി തിരിച്ചു വന്ന് ആരും കാണാത്ത രീതിയിൽ അത് ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ ദൈവം എല്ലാം കാണുന്നുണ്ടായിരുന്നു. എലീശ അവനെ അങ്ങോട്ടേക്ക് വിളിച്ചു. ഗേഹസി, നീ എവിടെയായിരുന്നു? നീ എവിടെ നിന്നാ വരുന്നത് എന്ന് ചോദിച്ചു. ഗേഹസി പറഞ്ഞു, ഞാൻ എവിടെയും പോയില്ലായിരുന്നു യജമാനനെ എന്ന്. എലീശ മറുപടി പറഞ്ഞു, ആ മനുഷ്യൻ നിന്നെ കാണാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ആത്മാവ് നിന്നോട് കൂടെ ഉണ്ടായിരുന്നത് നീ അറിഞ്ഞില്ലേ? വെള്ളിയും വസ്ത്രങ്ങളും സമ്പത്തും സ്വീകരിക്കാനുള്ള സമയമാണോ ഇത്? അതുകൊണ്ട് നാമാന്റെ കുഷ്ഠം നിന്നെയും നിന്റെ തലമുറകളെയും എന്നേക്കുമായി ബാധിക്കും എന്ന് പറഞ്ഞു. ഒരാളിൽ നിന്ന് പോയ ആ രോഗം ഇപ്പോ അടുത്ത ആളിൽ വന്നു. ഗേഹസി ഒരു കുഷ്ഠരോഗിയായി പുറത്തേക്ക് പോയി. ഇതിൽ നിന്ന് തന്നെ 2 കാര്യങ്ങൾ ഉറപ്പാണ്: ദൈവം പുനഃസ്ഥാപിക്കും, അതേപോലെ തന്നെ ന്യായം വിധിക്കുകയും ചെയ്യും. അഹങ്കാരത്തിൽ തുടങ്ങിയത് വിനയത്തിൽ അവസാനിച്ചു. രാഷ്ട്രങ്ങൾ സമർപ്പിക്കപ്പെട്ടു, അധികാരികളുടെ ഹൃദയങ്ങൾ രൂപാന്തരപ്പെടുകയും ചെയ്തു. എന്നാ പോലും യുദ്ധങ്ങൾ അവസാനിച്ചിരുന്നില്ല. സിറിയൻ രാജാവ് അവന്റെ ആളുകളെയും ഉദ്യോഗസ്ഥരെയും ക്യാപ്റ്റന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്ക് ചിലയിടങ്ങളിൽ കൂടാരമടിച്ച് ഇസ്രായേൽ രാജാവ് വരുന്നത് നോക്കി നമുക്ക് പതിയിരിക്കാം. അങ്ങനെ ഇസ്രായേലിൽ ഏതൊക്കെ സ്ഥലത്ത് കൂടാരം അടിക്കണം എന്ന് അവർ തീരുമാനിച്ചു. എന്തൊക്കെ ചെയ്യണമെന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ പക്കയായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ അവിടെ അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. രാജാവ് ഇതുവഴി വരുമെന്ന് പ്രതീക്ഷിച്ച് അവർ നിൽക്കുന്ന സമയത്ത് അതുവഴി അന്ന് രാജാവ് വരില്ല. അതുകൊണ്ട് ശത്രുക്കൾ പല സ്ഥലങ്ങളിലായിട്ട് മാറി മാറി പതിയിരുന്നു. ഇസ്രായേലിയർ പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിൽ മാറി മാറി പതിയിരുന്നിട്ടും രാജാവ് എങ്ങനെയൊക്കെയോ ആ പ്ലാൻ മനസ്സിലാക്കി അതുവഴി വരില്ല. രാജാവിന് വല്ലാതെ ദേഷ്യം വന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഇസ്രായേൽ രാജാവിന്റെ പക്ഷത്തുള്ള ആരാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ന്. ഒരു ഭടൻ മറുപടി പറഞ്ഞു, യജമാനനെ, ഇവിടെ വഞ്ചിക്കുന്ന ആരും തന്നെയില്ല. എന്നാ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്. അവന്റെ പേര് എലീശ എന്നാണ്. അങ്ങയുടെ കിടപ്പുമുറിയിൽ പറയുന്ന കാര്യങ്ങൾ പോലും അവൻ രാജാവിനെ അറിയിക്കുന്നുണ്ട് എന്ന്.
ഇത് കേട്ട് രാജാവ് ഞെട്ടിപ്പോയി. എന്നാ പിന്നെ അവനെ ആദ്യം തീർത്തു കളയാം എന്ന് വിചാരിച്ച് പടയാളികളോട് പറഞ്ഞു, അവനിപ്പോ എവിടെയാണ് താമസിക്കുന്നത് എന്ന് കണ്ടുപിടിക്കേ, എന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞു. അങ്ങനെ സൈന്യം അവനെ കണ്ടുപിടിച്ചു. ദോഥാൻ നഗരം സൈന്യത്തിന്റെ സംരക്ഷണം ഒന്നും ഇല്ലാത്ത ഒരു കൊച്ചു നഗരമാണത്. ഇതറിഞ്ഞ സിറിയൻ സൈന്യം നിശബ്ദമായിട്ട് ആ രാത്രിയിൽ തന്നെ ആ നഗരം വളഞ്ഞു. കുതിരകളും രഥങ്ങളും പടയാളികളും നഗരത്തിന് ചുറ്റും നിന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. വെളുപ്പിന് എല്ലാ ദിവസത്തെയും പോലെ ഏലിയാവിന്റെ ദാസൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് നോക്കി. അവൻ കണ്ട കാഴ്ച കാരണം അവന്റെ ശ്വാസം പോലെ നിലച്ചുപോയി. നഗരത്തിന് ചുറ്റും വലിയ സൈന്യം വളഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവൻ പേടിച്ച് അകത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ യജമാനനെ, നമ്മെ മൊത്തത്തിൽ വളഞ്ഞു, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, ഇനി എന്ത് ചെയ്യും എന്ന്. ഏലീശ ഒന്നും മിണ്ടിയില്ല. ബെഡിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഇത്രയധികം ഭീഷണി നേരിടുന്ന ഒരാളെ പോലെ അവൻ പ്രതികരിച്ചില്ല. ദാസൻ പറഞ്ഞു, അവർ ഒരുപാട് പേരുണ്ട്, ഒരു സ്ഥലവും ബാക്കിയില്ല, എല്ലായിടത്തും അവർ വളഞ്ഞു എന്ന്. അപ്പൊ ഏലീശ പറഞ്ഞു, പേടിക്കണ്ട എന്ന്. ദാസൻ ഞെട്ടി ചോദിച്ചു, എന്ത് പേടിക്കണ്ടെന്നോ? ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ പേടിക്കാതിരിക്കും എന്ന്. ഏലീശ പറഞ്ഞു, എടാ, നമുക്ക് അവരെക്കാട്ടിലും കൂടുതൽ സൈന്യമുണ്ട് എന്ന്. ദാസന് ഒന്നും മനസ്സിലായില്ല. ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി, ഒന്നും കാണാനില്ല. അവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. ശത്രു സൈന്യത്തെ കാണാൻ പറ്റുന്നുണ്ട്, അതാണ് യാഥാർത്ഥ്യം. അവൻ പറഞ്ഞു, ഒന്നും മാറിയിട്ടില്ലല്ലോ, നമ്മളും അവരും മാത്രമേ ഉള്ളൂ എന്ന്. ആ സമയത്ത് പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ കണ്ണുകൾ തുറക്കണമേ എന്ന്. ആ സമയത്ത് ആ ദാസന്റെ കണ്ണ് തുറന്നു. ചുറ്റുമുള്ള കുന്നുകൾ ശൂന്യമല്ലായിരുന്നു, അത് മൊത്തം സൈന്യം കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരു വലിയ സൈന്യം. എന്നാ അത് മനുഷ്യന്റെ സൈന്യമല്ല. മനുഷ്യർക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ സൈന്യമാണത്. മൊത്തം അഗ്നിമയ രഥങ്ങളും കുതിരകളുമാണ്. അഗ്നിമയമായ വലിയ വലിയ യോദ്ധാക്കൾ ആ കുതിരകളുടെ പുറത്തിരിക്കുന്നത് അവൻ കണ്ടു. ഈ സൈന്യം ഒരു കൽപ്പനയ്ക്ക് വേണ്ടി മാത്രം കാത്തു നിൽക്കുന്നത് പോലെ അവന് തോന്നി. ആ ദാസൻ ഇതെല്ലാം കണ്ടിട്ട് അവന് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. വലിയ ആത്മവിശ്വാസത്തോടെ സിറിയൻ സൈന്യം നഗരത്തിലേക്ക് കയറാൻ തുടങ്ങി. അവർ അടുത്തെത്തിയപ്പോ ഏലീശ പറഞ്ഞു, കർത്താവേ, ഈ ജനത്തെ അന്ധരാക്കണമേ എന്ന്. പെട്ടെന്ന് ആ സൈന്യത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. എനിക്ക് കാണാൻ പറ്റുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അതിന്റെ സൈന്യാധിപൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് നിൽക്ക്, ഞാൻ പറയുന്നത് മാത്രം അനുസരിക്ക് എന്ന്. ശരിക്കും പറഞ്ഞ ആ സൈന്യം വീണില്ല, പക്ഷെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ തുറന്നാണ് ഇരിക്കുന്നത്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഞെട്ടലോടെ ഓടി. എനിക്ക് കാണാൻ പറ്റുന്നില്ല, നാം ഇത് എങ്ങോട്ടാ പോകുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും പരിഭ്രാന്തരാകാൻ തുടങ്ങി. ഈ സമയത്ത് ഏലീശ ഒട്ടും പേടിയില്ലാതെ അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇതല്ല വഴി, ഇതല്ല നിങ്ങൾ അന്വേഷിച്ച നഗരം, എന്റെ പിന്നാലെ വാ എന്ന്. അവർ പിടിക്കാനായിട്ട് വന്ന മനുഷ്യനാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ അവൻ പറയുന്നത് കേട്ട് അവന്റെ പിന്നാലെ പോയി. ഇസ്രായേലിന്റെ ഹൃദയഭാഗമായ ശമരിയയിൽ എത്തുന്നതുവരെ അവർ വഴിയിലൂടെ നടന്നു. അവർ നഗരത്തിൽ എത്തിയ ഉടനെ ഏലീശ പിന്നെയും പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മനുഷ്യരുടെ കണ്ണുകൾ തുറക്കണമേ എന്ന്. അപ്പോ അവർക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അവർ മൊത്തത്തിൽ വളയപ്പെട്ടിരുന്നു, വേട്ടക്കാരായിട്ടല്ല, ഇരകളായിട്ട്. ഇസ്രായേൽ രാജാവ് ഏലീശയോട് ചോദിച്ചു, എന്റെ പിതാവേ, ഞാൻ അവരെ വെട്ടിക്കളയട്ടെ എന്ന്. ഏലീശ മറുപടി പറഞ്ഞു, വേണ്ട, നീ വാളുകൊണ്ട് പിടിച്ചവരെ നീ വെട്ടിക്കൊല്ലുമോ? ഇല്ലല്ലോ, അവർക്ക് അപ്പവും വെള്ളവും കൊടുക്ക്, അവർ തിരിച്ചു പോയിക്കോളും എന്ന്. ആരും ചിന്തിക്കാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞത്. എന്നാൽ ഇസ്രായേൽ ജനം അതനുസരിച്ചു. സിറിയൻ സൈന്യം തിന്നു കുടിച്ചു. അതിനുശേഷം അവർ യാത്രയായി. അതിനുശേഷം അവരൊരിക്കൽ പോലും ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. കാരണം ആ ദിവസം അവിടെ വിടുതൽ മാത്രമല്ല സംഭവിച്ചത്, വെളിപ്പാടും ഉണ്ടായി. ദൈവത്തിന്റെ കൂടെ നടക്കുന്ന മനുഷ്യൻ, അവൻ ചിലപ്പോ ഒറ്റയ്ക്കാണെന്നൊക്കെ നമുക്ക് തോന്നാം. ശരിക്കും പറഞ്ഞാൽ അവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന്. ആ ദാസൻ അത് ഒരിക്കലും മറന്നില്ല. കാരണം ആ ദിവസം അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അതിനുശേഷം അവൻ ഈ ലോകത്തെ ഒരിക്കലും പഴയതുപോലെയല്ല കണ്ടത്. ഇപ്പൊ ഏലീശയ്ക്ക് നല്ല പ്രായമായി. ഇസ്രായേൽ രാജാവായ യെഹോവാഷ് ഒറ്റയ്ക്ക് വന്ന് ഏലീശയെ കണ്ടു. അദ്ദേഹം അകത്ത് വന്ന് അവശനായി കിടക്കുന്ന ഏലീശ പ്രവാചകനെ കണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമേ എന്ന്. രാജാവ് ഇങ്ങനെ കരയാനുള്ള കാരണം പ്രവാചകൻ ആരാണ് എന്നുള്ളത് രാജാവിന് നന്നായിട്ട് അറിയായിരുന്നു. അവൻ വെറും ഒരു മനുഷ്യനായിരുന്നില്ല, അവൻ ആ ദേശത്തിന്റെ സംരക്ഷകനായിരുന്നു. അവൻ ആ ദേശത്തിന്റെ വഴികാട്ടിയായിരുന്നു. സ്വർഗത്തെയും ഭൂമിയും ഒന്നിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു. ഏലീശ ശാന്തമായി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരു വില്ലും അമ്പും കൊണ്ടുവാ എന്ന്. രാജാവ് ഒന്ന് മടിച്ചെങ്കിലും അനുസരിച്ചു. അവൻ വില്ലും അമ്പും കൊണ്ടുവന്നു. പ്രവാചകൻ കൈനീട്ടി രാജാവിന്റെ കൈയുടെ മേൽ അവന്റെ കൈയും വെച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, കിഴക്ക് വശത്തുള്ള ജനൽ തുറക്കുക, എന്നിട്ട് പുറത്തേക്ക് അമ്പുകൾ എയ്യുക എന്ന്. രാജാവ് നടന്നു ചെന്ന് ജനൽ തുറന്നു. മുറിയിൽ നല്ല വെട്ടം വന്നു. രാജാവ് വില്ല് കൊലച്ച് ശ്വാസമെടുത്ത് അമ്പെയ്തു. ആ അമ്പ് കാറ്റിനെ കീറി മുറിച്ച് അപ്രത്യക്ഷമായി. ആ സമയത്ത് ഏലീശ പ്രവചിച്ചു, യഹോവയുടെ ജയത്തിന്റെ അമ്പ്, സിറിയയ്ക്കെതിരെയുള്ള വിജയത്തിന്റെ അമ്പ്, സിറിയക്കാരെ പൂർണ്ണമായി നശിപ്പിക്കും വരെ നീ അവരെ തോൽപ്പിക്കും എന്ന്.
രാജാവ് ഇത് കേട്ടെങ്കിലും അവനത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. പിന്നെയും ഏലീശ പറഞ്ഞു, അമ്പുകൾ എടുത്ത് നിലത്തടിക്ക് എന്ന്. അവൻ നിലത്ത് 1, 2, 3 പ്രാവശ്യം അടിച്ചിട്ട് നിർത്തി. ഇത് കണ്ട് ഏലീശയ്ക്ക് ദേഷ്യം വന്നു. നീ എന്തിനാ നിർത്തിയത്? നീ 5, 6 തവണയെങ്കിലും അടിക്കണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയ പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ നീ അവരെ തോൽപ്പിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോ നീ അവരെ 3 തവണ മാത്രമേ തോൽപ്പിക്കുകയുള്ളൂ എന്ന്. രാജാവ് ഒന്നും മിണ്ടിയില്ല. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് രാജാവിന് മനസ്സിലായതുമില്ല. ശരിക്കും പറഞ്ഞ ആ നിമിഷം ചെയ്യുന്നത് വെറുമൊരു പ്രവൃത്തി മാത്രമല്ല, അതൊരു വെളിപ്പാടായിരുന്നു. വിശ്വാസത്താൽ എത്രത്തോളം പ്രാവചനിക പ്രവൃത്തികൾ ചെയ്യുന്നോ അത്രത്തോളം ജയം വരും. രാജാവിന് പിന്നീടാണത് മനസ്സിലായത്. പക്ഷേ അപ്പോഴേക്കും സമയം വൈകിപ്പോയി. ഇത് കഴിഞ്ഞ് കുറച്ചു കാലമായപ്പോഴേക്കും ഏലീശ പ്രവാചകൻ മരിച്ചു. അഗ്നിരഥങ്ങളോ ജനക്കൂട്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ അത്ഭുതങ്ങൾ മരണത്തോടെ അവസാനിച്ചില്ല. കാരണം ദൈവം ഒരു മനുഷ്യനിൽ മാത്രം അവസാനിക്കുന്നില്ല. ദൈവം ഈ ഭൂമിയിൽ എപ്പോഴും ഉണ്ട്. കുറച്ചു കാലത്തിനു ശേഷം ചില ആളുകൾ ഒരു മരിച്ച ശരീരം ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. അവർ ആ ശരീരം അടക്കാനായിട്ടാണ് പോയത്. പെട്ടെന്ന് ദൂരെ ശത്രു സൈന്യം വരുന്നത് അവർ കണ്ടു. ഇത് കണ്ട് പേടിച്ചു പോയ അവർ പെട്ടെന്ന് ആദ്യം കണ്ട കല്ലറയിൽ ആ ശവം വലിച്ചെറിഞ്ഞു. അത് ശരിക്കും പറഞ്ഞ ഏലീശയുടെ കല്ലറയായിരുന്നു. ആ ശരീരം വലിച്ചെറിഞ്ഞപ്പോ നേരെ ചെന്ന് ഏലീശ പ്രവാചകന്റെ അസ്ഥിയിൽ കൊണ്ടു. ഉടൻ തന്നെ ആ മരിച്ചുപോയ മനുഷ്യൻ ചലിക്കാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ തുറന്നു, ശ്വാസം എടുക്കാൻ തുടങ്ങി. അവന്റെ ശരീരം അനങ്ങി. അവൻ അവർക്ക് മുന്നിൽ ജീവനോടെ എഴുന്നേറ്റ് നിന്നു. ഇത് കണ്ടവർ ഞെട്ടിപ്പോയി. ഇതോടെ ഈ വാർത്ത കാട്ടുതീ പോലെ ദേശം മൊത്തം പടർന്നു. ഒരു മനുഷ്യൻ വഹിക്കുന്ന ദൈവസാന്നിധ്യം ജീവനിൽ മാത്രം ഒതുങ്ങുന്നില്ല, മരണത്തിൽ അവസാനിക്കുന്നതുമില്ല. എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. ഏലീശ പ്രവാചകന്റെ മേലുണ്ടായിരുന്ന ദൈവസാന്നിധ്യം അദ്ദേഹത്തിന്റെ അസ്ഥിയിൽ പോലും ഉണ്ടായിരുന്നു എന്ന്. ഇത് ഇനിയും തുടരും. കാരണം ദൈവം ഒരു മനുഷ്യനെ മാത്രമല്ല ആശ്രയിച്ചിരിക്കുന്നത്. ദൈവം പിന്നെയും ഈ ഭൂമിയിൽ തന്നെ തുടരുന്നുണ്ട്. ഇത് ഒരു സംഭവം കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ദൈവസാന്നിധ്യം എപ്പോഴും മുന്നോട്ട് തന്നെ പോകുന്നു. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക്, അതിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതിനെ ധ്യാനിക്കുന്നവർക്ക് അത് കൂടുതൽ വ്യക്തമാകും. കാണാൻ കഴിയുന്നതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് അദൃശ്യമായ കാര്യങ്ങൾ. ദൈവത്തിന്റെ സാന്നിധ്യം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.